We invite Hafiz Anas Maulavi Al-Kausri, Chief Imam Muhyiddin Juma Masjid Undaplau for felicitation. So please. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah, walhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa ashabihi al-faizina birillallah amma ba'd. അനുഗ്രഹീതമായ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ, ഈ നാടിൻ്റെ MLA, ബഹുമാന്യനായ PJ ജോസഫ് സാർ അവർകൾ, അതുപോലെ നിങ്ങളോട് ആമുഖമായി സംസാരിച്ച മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി PM സലീം സാഹിബ് അവർകൾ, മനോഹരമായ നിലയിൽ സ്കൂളിൻ്റെ പേരിനെ പറ്റിയും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളെപ്പറ്റിയും ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളോട് സംസാരിച്ച പ്രിയങ്കരനായ ജമാൽ ഉസ്താദ് അവർകൾ, നിങ്ങളീ കാണുന്ന ഈ വിദ്യാഭ്യാസത്തിനെ കാലികമായ രീതിയിൽ ജനങ്ങൾ ആകർഷിക്കുന്ന തരത്തിൽ രക്ഷിതാക്കൾ കണ്ടാൽ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കണം എന്ന് തോന്നത്തക്ക തരത്തിൽ സംവിധാനിക്കാൻ പ്രയത്നിച്ച, പാടുപെട്ട, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച റിയാസ് സാഹിബും അതുപോലെ തന്നെ ഷുക്കൂർ സാഹിബ് അവர்களுമൊക്കെ, അതുപോലെ ഈ വേദിയിലേക്ക് വരാനിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഈ സ്കൂളിൻ്റെ ജീവനാഡികളായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ, അധ്യാപകർ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഉമ്മമാർ, ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ തൊടുപുഴക്കാരനല്ലാത്തത് കൊണ്ട് തന്നെ ഈ നാടിനെപ്പറ്റിയും അതിൻ്റെ ചരിത്രപരമായ വസ്തുതകളെപ്പറ്റിയും അപജയങ്ങളെപ്പറ്റിയും വിജയങ്ങളെപ്പറ്റിയും വിദ്യാഭ്യാസ ചരിത്രങ്ങളെപ്പറ്റിയുമൊക്കെ ഇന്നലെ മുതൽ നടന്ന ചർച്ചകളിൽ, സംസാരങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എൻ്റെ സ്വദേശം കോട്ടയം ജില്ലയിലെ വാഴൂർ എന്ന ഒരു പ്രദേശമാണ്. ഞങ്ങളുടെ നാട്ടിലും ഇതുപോലെ ഒരു ചെറിയ LP സ്കൂളുണ്ട്. ഈ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് പുരാതനമായ ഞങ്ങളൊക്കെ പഠിച്ച ആ പഴയ ഓടിൻ്റെ ബിൽഡിങ് ഇനി അതിന് മുമ്പോട്ട് സുരക്ഷിതമായി കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് സർക്കാർ ചിലവിൽ അത് പുതുക്കി പണിയുകയും പഴയ ബിൽഡിംഗ് ഇടിച്ചു പൊളിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നൊരു പരിപാടി അവിടെ സംഘടിപ്പിക്കപ്പെട്ടു. ആ സ്കൂളിൻ്റെ തുടക്കം മുതൽ അന്ന് വരെ അവിടെ നിന്നും പഠിച്ചിറങ്ങിയ മുഴുവൻ ആളുകളും ആ ദിവസത്തിൽ കഴിയുന്നവരൊക്കെ സമ്മേളിക്കുകയുണ്ടായി. അവിടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നത് ആ സ്കൂളിൽ നിന്നും, LP സ്കൂളിൽ നിന്നും പഠിച്ച് പൂർത്തിയാക്കി ഇറങ്ങി ഇന്ന് കേരള സർക്കാരിൻ്റെ മിനിസ്ട്രിയിൽ ഉന്നത തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ അവിടെ നിന്നും പഠിച്ചിറങ്ങി സമൂഹത്തിനും ജനങ്ങൾക്കുമൊക്കെ പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള വെളിച്ചം പകരുന്ന ആളുകളായി നിന്നിരുന്ന ഒട്ടനവധി ആളുകളെ അവിടെ കാണാൻ കഴിഞ്ഞു. സത്യത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും ആളുകൾ ഉദ്ദേശിക്കുന്നതും ജനങ്ങൾക്ക് കിട്ടേണ്ടതും ധാർമ്മികതയിൽ ഊന്നി നിൽക്കുന്ന മനുഷ്യത്വപരമായ സ്വഭാവങ്ങളും ഒക്കെയുള്ള മനുഷ്യരെയാണ്. കാലഘട്ടം അതിൻ്റെ സഞ്ചാരം അനുസ്യൂതം തുറന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ കണ്ടുപിടുത്തങ്ങളിൽ നിന്നും കണ്ടുപിടുത്തങ്ങളിലേക്ക്, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ AI വരെ മനുഷ്യനെത്തി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വളരെ പ്രധാനമായ IT കഴിഞ്ഞു, ഇപ്പോൾ AI വരെ എത്തി നിൽക്കുകയാണ്. പക്ഷെ സത്യത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാകേണ്ടുന്ന
കാര്യം എന്താണ്? ഒറ്റ വാക്കിൽ ധാർമ്മികതയാണ്. സത്യത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഈ ധാർമ്മികത നമുക്ക് ലഭിക്കുന്നുണ്ടോ, നമ്മുടെ കുട്ടികളിൽ നിന്നും അത് അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് വിദ്യാഭ്യാസ മേഖലയുടെ നിലവിലത്തെ ദാരുണമായ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി സലീം സാഹിബ് അവർ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമായ ലക്ഷ്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു വാണിജ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അധപ്പതിക്കുന്നുണ്ടോ? കാരണം ഏതൊരു കാര്യം ലക്ഷ്യത്തിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഉണ്ടാകേണ്ടുന്ന പ്രതിഫലനങ്ങൾ ഇല്ലാണ്ടായി പോകും. മുൻകാലങ്ങളിൽ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യം വെച്ചിരുന്നത് ധാർമ്മികതയുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കലായിരുന്നുവെങ്കിൽ പുതിയ കാലഘട്ടം പണത്തിലോടുള്ള നോട്ടത്തിൻ്റെ പേരിൽ സാമ്പത്തികമായ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ വാണിജ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് വച്ചപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് ലഭിക്കേണ്ട ധാർമ്മികതയിലൂന്നിയ സമൂഹത്തെ നമുക്കിന്ന് ലോകത്തിൻ്റെ മുമ്പിൽ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ദിനാനുദിനം ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെ ഞാനും നിങ്ങളുമൊക്കെ വാർത്തകൾ വായിക്കുമ്പോൾ കുറ്റകൃത്യങ്ങളിൽ മുഴുകിയ ആളുകളുടെ ലിസ്റ്റുകളൊന്നും നമ്മൾ വായിച്ചു നോക്കിയാൽ 1, 2, 3 ഡിഗ്രിയുള്ള ആളുകളായിരിക്കും അത്തരം കുറ്റകൃത്യങ്ങളിൽ അധികവും മുമ്പിലുണ്ടാവുക. എന്തുകൊണ്ടാണ് ഇത്തരം ഡിഗ്രികളൊക്കെ കൂടെ ഉണ്ടായിട്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ പേരിനോടൊപ്പം തുന്നിച്ചേർക്കാൻ, പേരിൻ്റെ വാലിനോടൊപ്പം തുന്നിച്ചേർക്കാൻ ഒട്ടനവധി ഡിഗ്രികൾ ഉണ്ടായിട്ടും അവരെ കൊണ്ട് ഇത്തരം മനുഷ്യത്വ വിരുദ്ധമായ, പ്രകൃതി വിരുദ്ധമായ, മനുഷ്യ സമൂഹത്തിന് യോജിക്കാത്തതായ പ്രവർത്തനങ്ങളിൽ നിരതരാകാൻ പ്രേരിപ്പിക്കുന്ന വസ്തുത എന്താണ്? ഒറ്റ മറുപടിയാണ്, വിദ്യാഭ്യാസം കൊണ്ട് എന്താണോ സ്വായത്തമാക്കേണ്ടത്, ആർജിച്ചെടുക്കേണ്ടത്, ആ ധാർമ്മികത ഇവർക്ക് ലഭിക്കാതെ പോയി എന്നുള്ളതാണ്. ലോകത്തെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി ലോകത്ത് അവസാനമായി കടന്നു വന്നയാളാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പരിശുദ്ധ ഖുർആൻ അത് അടിവരയിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ലിയുഖ്രിജക്കും മിനൽ ളുലുമാത്തി ഇലൻ നൂർ, ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഒരു ജനതയെ നയിക്കുക. അപ്പൊ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കേണ്ടുന്ന വിദ്യാഭ്യാസം കൊണ്ട് അത്തരത്തിലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത്തരം ബിൽഡിങ്ങുകൾ കൊണ്ട് പ്രസക്തിയില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആകെ ചുരുക്കം. ഇന്നിപ്പോൾ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സ്കൂൾ ബിൽഡിങ് അത്തരത്തിൽ കാലഘട്ടത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയിടുന്ന പ്രയോജനരഹിതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ പെടാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പറയാനുണ്ട്, വളരെ ചുരുക്കി ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, മനുഷ്യൻ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിച്ചു വളർന്നില്ലെങ്കിൽ വളയും. പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ ബഹുമാന്യനായ ജമാൽ ഉസ്താദ് അവർ പറഞ്ഞതുപോലെ വടി ഇന്ന് ഉപയോഗിക്കാൻ അനുവാദമില്ല. ഈ അടുത്ത് സുപ്രീം കോടതിയുടെ അല്ല, ഹൈക്കോടതിയുടെ ഒരു വിധി കണ്ടിരുന്നു. ഇടക്കാലത്ത് അടി നിർത്തലാക്കിയതുപോലെ ശിക്ഷണ നടപടിയുടെ ഭാഗമായി മാന്യമായ രീതിയിൽ കുട്ടികളെ അടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന രീതിയിൽ കണ്ടിരുന്നു. അടിക്കുകയോ അടിക്കാതിരിക്കുകയല്ല ഇവിടുത്തെ വിഷയം. പക്ഷേ ശിക്ഷണ നടപടി കുട്ടികൾക്ക് കിട്ടിയില്ല എങ്കിൽ അതുകൊണ്ടുള്ള കുഴപ്പം, സാധാരണ ആളുകൾ പറയാറുണ്ട്, 2 അടികൾ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് കിട്ടിയാൽ വളർന്നു വലുതാകുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ള 2 അടികളിൽ നിന്ന് ഒഴിവാകാം. ചെറുപ്പത്തിൽ കുട്ടികൾക്ക് കിട്ടേണ്ടുന്ന 2 അടികൾ, ഒന്ന് ശിക്ഷണത്തിൻ്റെ ഭാഗമായി രക്ഷിതാക്കൾ നൽകേണ്ടുന്ന അടിയാണ്. മറ്റൊന്ന് രക്ഷിതാക്കളുടെ കാലഘട്ടം കഴിഞ്ഞ് ഒരു മനുഷ്യൻ്റെ ആത്മീയതയുടെ അല്ലെങ്കിൽ മനസ്സാക്ഷിയുടെ ഗുരുനാഥന്മാരായ കലാലയങ്ങളിലെ അധ്യാപകരുടെ മുമ്പിലേക്ക് വരുമ്പോൾ സമൂഹത്തിന് പ്രതിബദ്ധതയുള്ള, മുമ്പിൽ നിന്ന് നയിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമായി മാറാൻ പണിയെടുക്കുന്ന ഈ അധ്യാപകരുടെ ഭാഗത്ത് നിന്നും കിട്ടേണ്ടുന്ന അടി, ഈ 2 അടികൾ കിട്ടി വളർന്നു വന്ന കുട്ടികളാണെങ്കിൽ ഭാവിയിൽ വളർന്നു വരുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ള 2 അടികളിൽ നിന്നും അവർ ഒഴിവായിരിക്കും. അതിലൊന്ന് ജനങ്ങൾ കൂട്ടമായി കൂടി മർദ്ദിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ നിന്നും അത്തരം കുട്ടികൾ ഒഴിവായിരിക്കും. രണ്ടാമതായി ലോക്കപ്പിലേക്ക് നിയമപാലകർ കൊണ്ടുപോയി കൊടുക്കുന്ന ഇടി,
അല്ലെങ്കിൽ ലാത്തി കൊണ്ടുള്ള പ്രഹരം, ഈ 2 ഇടികളിൽ നിന്നും ചെറുപ്പകാലഘട്ടത്തിൽ സമയത്ത് കൃത്യമായ ശിക്ഷണ നടപടിയുടെ ഭാഗമായി കിട്ടിക്കഴിഞ്ഞാൽ അത്തരം കുട്ടികൾ രക്ഷ പ്രാപിക്കുമെന്ന് സാധാരണ പറയാറുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, വിദ്യാഭ്യാസത്തിന് പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് തന്നെ വായിക്കുക, ഇഖ്റ എന്ന പരിശുദ്ധമായ ആയത്താണ് ആദ്യമായി ഖുർആനിന്റെ അവതീർണമായത്. അതുകൊണ്ട് വായനയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. പക്ഷെ വായിക്കുമ്പോൾ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവണം എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വായന മാത്രം പോരാ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, പ്രയോജനരഹിതമായ അറിവിനെ തൊട്ടും പടച്ചവനെ രക്ഷിതാവേ നിന്നോട് ഞാൻ കാവലിനെ തേടും. അതുകൊണ്ട് രക്ഷിതാക്കളും അതുപോലെ അധ്യാപകരും ചേർന്ന് പണിയെടുക്കുമ്പോൾ മാത്രമാണ് സമൂഹത്തിനും സമുദായത്തിനും ലോകത്തിനും പ്രയോജനപ്രദമാകുന്ന. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ ഈ രാജ്യത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹം പരിശുദ്ധമായ ഖുർആനിന് തഫ്സീർ എഴുതിയ ആളാണ്. 30 കോടി ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു വ്യക്തി പോകണം എന്ന് ഈ രാജ്യത്തിന്റെ അന്നത്തെ നേതാക്കന്മാർ, ഗാന്ധിജി അടക്കമുള്ള നേതാക്കന്മാർ തീരുമാനമെടുക്കുമ്പോൾ അന്ന് അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഓക്സ്ഫോർഡിന്റെ വരാന്തകളിലൂടെ വിദ്യാഭ്യാസത്തിന്റെ വായനയിലൂടെയും മറ്റുമൊക്കെ വിദ്യാഭ്യാസം ആത്മീയതയിലും ധാർമ്മികതയിലുമൊക്കെ ഊന്നി നിന്നുകൊണ്ട് വിദ്യാഭ്യാസം നേടിയ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ ആയിരുന്നു എന്നതും ചരിത്രപരമായ വസ്തുതയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അധ്യാപകരെ കൊണ്ട് മാത്രം ധാർമ്മികതയുള്ള ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ വാഴ്ത്തെടുക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അധ്യാപകരും അതിൻ്റെ ഒരു ഘടകങ്ങൾ മാത്രമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടുന്ന ധാർമ്മികതയിൽ ഊതിയ അധ്യാപനങ്ങൾ അത് പ്രാവർത്തികമാക്കാനുള്ള വിളനിലങ്ങളായി കുടുംബങ്ങളും വീടുകളിലും മാറാത്തിടത്തോളം ഒരു സമൂഹത്തെ ധാർമ്മികമായി പരിവർത്തിപ്പിക്കാൻ കഴിയില്ല എന്ന വസ്തുത മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സ്കൂളിൽ